അസ്സലാമു അലൈക്കും. അന്നൊരു ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മുസമ്പി പറിക്കണതിൻ്റെ. അതിൻ്റെ ബാക്കി കുറച്ച് മുസമ്പിയും കൂടി ഉണ്ട് കേട്ടോ. അത് നന്നായിട്ട് മഞ്ഞ കളറായിട്ടുണ്ട്. അപ്പോൾ അത് പറിക്കേണ്ട ചെറിയൊരു വീഡിയോ എടുത്താണ്. അത്യാവശ്യം നന്നായിട്ട് മഞ്ഞ കളറായിട്ടുണ്ട്. ഇനി കൂടുതൽ നമ്മൾ മഞ്ഞ കളറായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ കാമ്പുണ്ടല്ലോ, മുസമ്പിൻ്റെ ആ ഫുള്ളിങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഉണങ്ങിയ പോലെ, തീരെ ജ്യൂസ് ഇല്ലാത്ത പോലെ ആവും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പറിക്കണതാണ് ഏറ്റവും ബെറ്റർ. കുറച്ച് ഒന്നും കൂടി നമ്മൾ കളറാകാൻ വെച്ച് കഴിഞ്ഞാൽ തീരെ ജ്യൂസ് ഉണ്ടാവില്ല. അങ്ങനെ ഉള്ളിലിങ്ങനെ ഉണങ്ങി അതിൻ്റെ ഇല്ലയൊക്കെ ഫുള്ളൊരു ഉണങ്ങിയ പോലെ ആയിരിക്കും. അപ്പോൾ ഇതിന് തന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ ഈ സമയത്ത് പറിച്ചിട്ട് തന്നെ ചില ഭാഗത്ത് കൂടിയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 5 ഞാൻ പറിച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒരു 3-4 കൂടി ഇങ്ങനെ കുറച്ച് മൂക്കാളിനുണ്ട് കേട്ടോ. ഇത് ആയി വരാൻ കുറച്ച് താമസമാണ്. പക്ഷെ നല്ല മധുരവും നല്ല ഇതാണ് കേട്ടോ, നല്ല ജ്യൂസുള്ള ഒരു മുസമ്പിയാണ്. അപ്പോൾ ഞാൻ പറിച്ചപ്പോൾ ചെറിയൊരു വീഡിയോ ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രൂട്ട്സിൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. എല്ലാവർക്കും നമ്മളെ വീട്ടിലത്തെ ഫ്രൂട്ട്സുകൾ പറിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഓർഗാനിക് അല്ല, ഒരു കെമിക്കലും ഒന്നും ചേർക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള മുസമ്പി കിട്ടുമ്പോൾ നമുക്കൊക്കെ സന്തോഷം തന്നെയല്ലേ. ഇനിയിപ്പോൾ ഇതും കൂടി ഉണ്ട്. ഇതും ഇങ്ങനെ മേലെ നോക്കുമ്പോൾ അതും ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 ഒറ്റ കിട്ടിയിട്ടുണ്ട്. ശരിക്കും നല്ല മഞ്ഞ കളർ കേട്ടോ. ഇതിനൊക്കെ നമ്മൾ നിർത്തുന്നിടത്തോളം അതിന് ജ്യൂസ് കുറവായിരിക്കും. അങ്ങനെ ഒരു 5 കിട്ടിയിട്ടുണ്ട്. പക്ഷെ നല്ല വലിപ്പമുള്ള മുസമ്പിയാണ് കേട്ടോ. ഒരു കുറച്ച് ചെറുതായിട്ടുള്ള അത്യാവശ്യം നല്ല വെയിറ്റുള്ള മുസമ്പിയാണ് ഇത്. അപ്പോൾ എടുത്തതാണ് കുറച്ച് വെയിറ്റ് കുറവുള്ളത്. ബാക്കിയൊക്കെ നല്ല സൈസായിട്ടുള്ള മുസമ്പിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ കിട്ടുമ്പോൾ. ഇത് പാകിസ്ഥാനി മൽബറി കേട്ടോ. പക്ഷേ ഞാൻ പറയാലോ, നിങ്ങൾ ആരും വെക്കാത്തവരുണ്ടെങ്കിൽ വെക്കരുത് കേട്ടോ. ഒരു രസമില്ലാത്തൊരു ടേസ്റ്റ് ഇല്ലാത്തൊരു മധുരമാണ്, നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു മധുരമാണ് ഈ മൾബറിക്കുള്ളത്. ഞാനിപ്പോൾ ഈ തൈ വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് പിന്നെ അയിമണ്ടായിരിക്കണം. ഒരുപാട് കായ പിടിക്കുന്നുണ്ട്, പക്ഷേ കുറേ കൊഞ്ഞു പോകുകയും ചെയ്യുന്നുണ്ട്. കിളികൾ ഇത് കൊണ്ടുപോകുമോ തോന്നുന്നു. നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു മധുരമാണ്. നല്ല നീളമുണ്ട് കേട്ടോ, നല്ല റെഡ് കളറാവും. ഞാനിപ്പോൾ ഇതിങ്ങനെ അതിമ കായ കണ്ടപ്പോൾ മുസമ്പി പറിച്ചപ്പോൾ കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടു മാത്രമേ ഉള്ളൂ. പക്ഷേ നീ വെക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വെക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. എനിക്ക് നമ്മൾ സാധാരണ നോർമലും മൾബറി ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റാണല്ലോ, നല്ല ടേസ്റ്റുമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. ഇത് ഒന്നിനും കൊള്ളാത്ത വേറൊരു സുഖമില്ലാത്തൊരു മധുരം. എനിക്കിഷ്ടമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ വെച്ചോട്ടോ. നമ്മളൊരിക്കലും അതിന് എതിർപ്പൊന്നും പറയണില്ല. താല്പര്യമുള്ള ആൾക്കാർ വെച്ച് വെക്കുക. ഇതിൻ്റെ കൊമ്പ് വെറുതെ ഉള്ള ആൾക്കാരെ വീട്ടിൽ നിന്ന് പോയിട്ടൊരു കൊമ്പ് വെറുതെ കുത്തിയാൽ തന്നെ അത്യാവശ്യം ഉണ്ടാവും. താല്പര്യമുള്ള ആൾക്കാർ അങ്ങനെ വാങ്ങിച്ച് അടുത്ത ആരെയത്തിലുണ്ടെങ്കിൽ ഇങ്ങനെ വാങ്ങിച്ചിട്ട് കുത്തി വെച്ചാൽ മതി. അത്യാവശ്യം ഇങ്ങനെ കായൊക്കെ ഉണ്ടാണ്ടത് ഉണ്ടാണ മുഴുവൻ കൊഞ്ഞു പോകുകയാണെങ്കിൽ കിളികൾ കൊണ്ടുപോകുക അറിയില്ല. നമ്മളെ വീട്ടിലാരും ഇത് കഴിക്കണില്ല. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുക മാക്സിമം.